പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 49-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് ഗാന്ധിജിയും ടാഗോറും. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കൽ അസുഖം ബാധിച്ച് കിടപ്പിലായി. അങ്ങേക്ക് പൂർണ്ണ വിശ്രമമാണ് ഇപ്പോൾ വേണ്ടത്. മറ്റൊരു കാര്യത്തിലും കുറേ നാളത്തേക്ക് ശ്രദ്ധ തിരിക്കരുത്. ഡോക്ടർമാർ അദ്ദേഹത്തെ ഉപദേശിച്ചു. വിശ്രമിക്കുക എന്നത് ടാഗോറിന് ഓർക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എപ്പോഴും കർമ്മനിരതനായിരുന്നു അദ്ദേഹം. എഴുത്തിനെക്കുറിച്ചും ചിത്രരചനയെക്കുറിച്ചും വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ചുമൊക്കെയായിരുന്നു മുഴുവൻ സമയവും അദ്ദേഹത്തിൻ്റെ ചിന്ത. ഡോക്ടർമാരുടെ ഉപദേശം അദ്ദേഹം തീരെ ചെവിക്കൊണ്ടില്ല. ശാന്തിനികേതനിലെ അന്തേവാസികൾക്ക് ഒരു വലിയ തലവേദനയായി ഇത്. നമുക്ക് ബാപ്പുജിയെ വിവരമറിയിച്ചാലോ? അദ്ദേഹം ഇതിനൊരു പരിഹാരമുണ്ടാക്കും. ചില ശിഷ്യന്മാർ അഭിപ്രായപ്പെട്ടു. ഗാന്ധിജി പറഞ്ഞാൽ ആചാര്യൻ അതേപടി അനുസരിക്കുമെന്ന് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. ഗാന്ധിജിയും ടാഗോറും തമ്മിലുള്ള ബന്ധം അത്ര ദൃഢമായിരുന്നു. ശാന്തിനികേതനിലെ ശിഷ്യന്മാർ വിവരം ടെലഗ്രാഫ് ചെയ്ത് ഗാന്ധിജിയെ അറിയിച്ചു. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായ ഗാന്ധിജി അധികം വൈകാതെ ശാന്തിനികേതനിലെത്തി. മുന്നറിയിപ്പൊന്നുമില്ലാതെ ഗാന്ധിജി എത്തിയപ്പോൾ മഹാകവി അത്ഭുതപ്പെട്ടു. എന്താണിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത്? ഞാൻ അങ്ങയോട് ഭിക്ഷ ചോദിക്കാൻ വന്നതാണ്. സുസ്മേരവദനായ ഗാന്ധിജി കൂപ്പുകൈയോടെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ ടാഗോറിന് ചിരി വന്നു. അദ്ദേഹം പറഞ്ഞു, സത്യത്തിൽ ഞാൻ തന്നെ ഒരു ഭിക്ഷക്കാരനാണ്. അത് അങ്ങേക്ക് അറിയാമല്ലോ. ഈ പാവം ഭിക്ഷക്കാരൻ അങ്ങേക്ക് എന്തു ഭിക്ഷയാണ് നൽകേണ്ടത്? ഈ നർമ്മം രണ്ടുപേരും ഒരുപോലെ ആസ്വദിച്ചു. മഹാകവിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഗാന്ധിജി വിശദമായി അദ്ദേഹത്തോട് അന്വേഷിച്ചു. ഗുരുദേവ, നന്നായി വിശ്രമിക്കണം. അപ്പോൾ രോഗം പെട്ടെന്ന് കുറയും. രോഗം കുറഞ്ഞാൽ പിന്നെ കൂടുതൽ ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ. ഇതുമാത്രമാണ് എനിക്ക് നൽകേണ്ട ഭിക്ഷ. ഗാന്ധിജിയുടെ ഉപദേശം ഗുരുദേവൻ പൂർണ്ണമായും ഉൾക്കൊണ്ടു. ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ നേരം വിശ്രമിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം ഗാന്ധിജിക്ക് വാക്കുകൊടുത്തു. അദ്ദേഹം അത് കൃത്യമായി പാലിക്കുകയും ചെയ്തു. അതിനിടെ ഒരു ദിവസം ടാഗോറിൻ്റെ ഉറ്റ സുഹൃത്തായ ആചാര്യ ക്ഷിതി മോഹൻ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. ഈ സമയം അദ്ദേഹം വാതിൽ പാതി ചാരി അകത്തെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. ക്ഷിതി മോഹൻ വാതിൽക്കൽ വന്ന് എത്തി നോക്കുന്നത് ഗുരുദേവൻ കണ്ടു. എന്താ, സുഖം തന്നെയല്ലേ? ടാഗോർ അകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു. അതെ അതെ, എനിക്ക് സുഖമാണ്. താങ്കൾ അവിടെ അകത്തിരുന്ന് എന്താണ് ചെയ്യുന്നത്? ഒരു ചെറു ചിരിയോടെ ക്ഷിതി മോഹൻ തിരിച്ചു ചോദിച്ചു. ടാഗോറിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. ഞാനിവിടെ ഗാന്ധിജിക്ക് ഭിക്ഷ നൽകുകയാണ്. മറ്റൊരു കഥ കൂടി കേൾക്കൂ. ഗാന്ധിജിയും രവീന്ദ്രനാഥ ടാഗോറും ശാന്തിനികേതനിലെ മനോഹരമായ പൂന്തോട്ടത്തിൽ ഉലാത്തുകയായിരുന്നു. പൂച്ചെടികൾക്കിടയിൽ നൃത്തം ചെയ്യുന്ന പൂമ്പാറ്റകളെയും പൂത്തുമ്പികളെയും കണ്ടപ്പോൾ ഗാന്ധിജി തമാശ രൂപത്തിൽ ചോദിച്ചു, എന്താ ഗുരുദേവ്, ഇവരൊക്കെ അങ്ങയുടെ വളർത്തുമക്കളാണോ? എന്താ സംശയം? ഏകനായി ഇവിടെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കവിത വിരിയിക്കുന്നത് എൻ്റെ ഈ മക്കളാണ്. ടാഗോർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ പിന്നെയും നടന്നു. പലതരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ, അവയുടെ സുഗന്ധം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ ഗാന്ധിജിയും ടാഗോറും പനിനീർ ചെടികൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു മൂലയിലെത്തി. നോക്കൂ ബാപ്പുജി, ഞങ്ങൾ ഈയിടെ നട്ടുപിടിപ്പിച്ചതാണ് ഈ പനിനീർ ചെടികൾ. ഇപ്പോൾ അവയിൽ നിറയെ പൂക്കളായി. നിരവധി പനിനീർ റോസുകൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് ഗാന്ധിജിയുടെ മുഖം പ്രസന്നമായി. ഏതോ ദിവ്യാനുഭൂതിയിൽ അലിഞ്ഞതുപോലെ
കുറേ നേരം അദ്ദേഹം അവിടെ തന്നെ നിന്നു. ഇത് കണ്ട് ടാഗോർ ഹൃദ്യമായ ഒരു ചിരിയോടെ ചോദിച്ചു, എന്താ ബാപ്പുജി, ഇപ്പോൾ അങ്ങയുടെ മനസ്സിലും കവിത വിരിയുന്നുണ്ടോ? തീർച്ചയായുമുണ്ട്. ഭാരതത്തിലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖങ്ങൾ ഈ പനിനീർപ്പൂക്കൾ പോലെ എന്നാണ് എൻ്റെ മനസ്സിൽ വിരിയുന്ന കവിത. അതിസുന്ദരമായിരിക്കുന്നു അങ്ങയുടെ ഭാവന. ടാഗോർ ഗാന്ധിജിയെ അഭിനന്ദിച്ചു. മക്കളെ, ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.